ഗാസയിൽ ഇസ്രായേൽ സൈന്യം ആക്രമണങ്ങളുടെ തീവ്രത വർദ്ധിപ്പിച്ചതോടെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അഭ്യർത്ഥനകൾ അവഗണിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ഘട്ടത്തിലേക്ക് പശ്ചിമേഷ്യൻ സംഘർഷം കടന്നിരിക്കുന്നു. ഗാസ നഗരത്തെ നശിപ്പിക്കുമെന്ന ഇസ്രായേലിന്റെ പ്രഖ്യാപനം ലോകരാജ്യങ്ങൾക്കിടയിൽ വ്യാപകമായ വിമർശനങ്ങൾക്കും ആശങ്കകൾക്കും വഴിവെച്ചിട്ടുണ്ട്. ഗാസയിലെ മാനുഷിക ദുരന്തം കൂടുതൽ രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് സൈനിക നടപടികൾ നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നതായി എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചു. ഗാസയിൽ നിന്നും 7.5 ലക്ഷത്തിലധികം ആളുകൾ തെക്കൻ പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തെന്നും വ്യോമ കരമേഖലകളിൽ ഇസ്രായേൽ സൈന്യം ശക്തമായ വിന്യാസം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കാറ്റ്സ് വ്യക്തമാക്കി. ഹമാസിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ എല്ലാ യുദ്ധലക്ഷ്യങ്ങളും കൈവരിക്കുന്നതുവരെ ഇസ്രായേൽ പിന്മാറില്ലെന്നും സൈന്യത്തിന്റെ ഉത്തരവുകൾ അനുസരിച്ചില്ലെങ്കിൽ ഗാസയെ നശിപ്പിച്ച ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്നും ഭീഷണി മുഴക്കി. ഇത് വെടിനിർത്തലിനായി ലോകരാജ്യങ്ങൾ നടത്തുന്ന നയതന്ത്ര ശ്രമങ്ങൾക്ക് ഒരു തിരിച്ചടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്രായേൽ ആക്രമണത്തിന്റെ തീവ്രത വർദ്ധിച്ചതോടെ ഗാസയിലെ സാധാരണക്കാരുടെ ജീവൻ അപകടത്തിലായിരിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മാത്രം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 79 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ.